ഡൽഹി തണുത്തു വിറയ്ക്കുകയാണ് കേട്ടോ. മൂടൽ മഞ്ഞും കടുത്തിട്ടുണ്ട്. രാവിലെ കാഴ്ച പരിധിയൊക്കെ കുറവാണ്. അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. കാഴ്ചപരിധി കുറഞ്ഞ മഞ്ഞൊക്കെ കൂടുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ജനജീവിതത്തെ എത്രത്തോളം ഇത് ബാധിച്ചിട്ടുണ്ട്? മോത്തി, ഡൽഹിക്കാർക്ക് ഇതിൽ സാധാരണമായിരിക്കുകയാണ് എല്ലാ വർഷം തന്നെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്നുള്ള സാധനം അതൊക്കെ വിട്ടിട്ട് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് മസനഗുഡി വഴി ഡൽഹിയിലേക്ക് വരാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ തണുപ്പും മൂടൽമഞ്ഞും അതിനോടൊപ്പം തന്നെ കുറച്ച് പുകയൊക്കെ ആസ്വദിക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ ജനുവരി അവസാനമായി ഇനി ഫെബ്രുവരിയിലേക്ക് കടക്കുകയാണ്. ഈ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു സമയമായി. പക്ഷേ തണുപ്പ് എത്രത്തോളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും മൂടൽമഞ്ഞ് കൂടിക്കൂടി വരുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു പ്രതിഭാസത്തിനാണ് സത്യം പറഞ്ഞാൽ ഡൽഹി നിവാസികൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. കനത്ത മൂടൽമഞ്ഞാണ് ഡൽഹിയെ പൂർണ്ണമായും പുതച്ചുകൊണ്ട് വാഹനങ്ങൾ പോലും മര്യാദയ്ക്ക് കാണാൻ സാധിക്കില്ല. സാധാരണ എനിക്ക് ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ റെഡ് സിഗ്നലും അതുപോലെ റൗണ്ടും എല്ലാം തന്നെ എളുപ്പത്തിൽ കാണാൻ കഴിയും. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഡൽഹിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം കൂടിയായിട്ടുള്ള CP കൊണോട്ട് പ്ലേസ് സർക്കിൾ എല്ലാം തന്നെ അതൊന്നും കാണാൻ കഴിയില്ല. മുഴുവനായിട്ടും മൂടൽമഞ്ഞ് കൊണ്ട് മറഞ്ഞിരിക്കുന്നു. വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നതും ഈ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും എല്ലാം ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം തന്നെയാണ് ഓരോ ആൾക്കാരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാവിലെ തന്നെ ആളുകൾ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് കടക്കുമ്പോഴായിരിക്കും ആദ്യം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു പുക അങ്ങ് വരും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പുകയാണ്, ഒരു സാധനം അങ്ങ് കാണാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ മൂടൽമഞ്ഞ് രൂക്ഷമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം. സാധാരണഗതിയിൽ ഈ ഒരു സമയത്താണ് ഈ എക്സ്പ്രസ് വേകളൊക്കെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുക. ഓരോ വണ്ടിക്ക് പിന്നാലെ വന്നൊരു ചെയിൻ റിയാക്ഷൻ പോലെ കൂട്ടയടി സംഭവിക്കാറുണ്ട്. അത് ഈ വർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭീകരാവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും റോഡ് മാർഗം വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ജാഗ്രത പാലിച്ചാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്, വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. ഈ നിസാമുദ്ദീൻ, കേരളത്തിലേക്കുള്ള നിരവധി ട്രെയിനുകൾ പുറപ്പെടുന്ന നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെല്ലാം ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ട്രെയിനുകളും വഴി ഓടുകയാണ്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ആനന്ദ് വിഹാർ ടെർമിനൽ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എല്ലാം തന്നെ അവിടെയെല്ലാം ആളുകൾ വലഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട്. എയർപോർട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്ന് വന്നാൽ മാത്രം എയർപോർട്ടിലേക്ക് വരിക. കാരണം മണിക്കൂറുകൾ വൈകിട്ടാണ് വിമാനങ്ങൾ പോലും പുറപ്പെടുന്നതും അതുപോലെ തന്നെ എത്താനും വൈകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ തണുപ്പ് 11-12 ഡിഗ്രിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. സാധാരണ ഡൽഹിയിൽ നോർമലാണ്, പ്രത്യേകിച്ച് ഈ ജനുവരി ഫെബ്രുവരി അടുക്കാനാവുന്ന സമയത്തും ഈ ഒരു പകൽ നേരങ്ങളിൽ എന്ന് പറയുമ്പോൾ പോലും. പക്ഷേ മൂടൽമഞ്ഞ് അത് കാഴ്ചപരിധി 0-ത്തിനടുത്തേക്ക് എത്തുന്നുവെന്ന് പറയുന്നത് വളരെയധികം അപകടമുള്ളതാണ്. കാരണം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു. ശരി അർജുൻ, ഒരൊറ്റ കാര്യം, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, ശരീരം നോക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, നമ്മുടെ മാതൃഭൂമി സംഘത്തോടൊക്കെയും സുഖമായിരിക്കാൻ പറയുക കേട്ടോ അർജുൻ.